എന്തത്? എണ്ണയാ. ചേട്ടന്റെ ഓരോ നിർബന്ധങ്ങള്. ഏട്ടന്റെ അല്ല, ഏടത്തിയമ്മയുടെ. നല്ല തുളസിയിലും ചെമ്പരത്തി ഇട്ട് കാഴ്ച എണ്ണയാ. വേണ്ടാന്ന് പറയല്ലേ. എപ്പോഴാ യാത്ര? പെട്ടിയും പ്രമാണമായിട്ട് ഞാനിപ്പോഴേ ടൗണിലേക്ക് പോവാ. ഇന്ന് തന്നെ പാസ്പോർട്ടിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് അടിച്ചു വാങ്ങണം. ഇന്ന് രാത്രി മാരാരങ്ങളുടെ വീട്ടിൽ താമസം. നാളെ പുലർച്ചെയുള്ള ഫ്ലൈറ്റിന് ബോംബെക്ക്. അവിടുന്ന് ലണ്ടനിലേക്ക് പറക്കും. ഒരു ദിവസം മുറി മാറിക്കിടന്ന ഉറക്കം വരാത്ത കുട്ടിയാ. 3 വർഷം ആരെയും കാണാതെ കടലിനക്കരെ പോയി ഒറ്റയ്ക്കിങ്ങനെ കഴിയ. 3 വർഷം എന്നൊക്കെ പറയുന്നത് കണ്ണടച്ച് തുറക്കുന്ന പോലെ കഴിഞ്ഞു പോകില്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ കാമാക്ഷിപുരത്തേക്കനല്ലേ മടങ്ങി വരിക. എന്തായാലും ശരി, ഭദ്രനെ മന്നാടിയാറിനെ കൂടെ താമസിപ്പിക്കുന്നത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആവശ്യമില്ലാതെ ഹൈദരുടെ മനസ്സിൽ അത് പകയുണ്ടാക്കും. അഭയം കൊടുക്കുന്നവരെ തള്ളിപ്പറയുന്ന സ്വഭാവം മന്നാടിയാർമാർക്ക് പണ്ടേ ഇല്ല. നരസിംഹ മന്നാടിയാർക്കും ആ സ്വഭാവം തന്നെയാണ് ഇപ്പോഴും. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ മന്നാടിയാരുടെ അനിയൻ തന്നെയല്ലേ? ഒട്ടും കുറയില്ലെന്ന് എനിക്കറിയാം. ഇത്രയും ദുഷ്ടനായ ക്രിമിനലിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഡാഡി? അവനെതിരായ ഒരു ചെറുവിരൽ അനക്കാൻ പോലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കഴിയില്ല. കാരണം അവനെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് വളർത്തുന്നത്. അപ്പോ അങ്കിള് അയാളുടെ സൈഡ് തന്നെ അല്ലേ? അതുകൊണ്ടാണല്ലോ അവർ എന്റെ തലയ്ക്ക് തന്നെ 2 പ്രാവശ്യം ഉന്നമിച്ചത്. ഒരിക്കൽ 24 മണിക്കൂർ നേരത്തേക്ക് അവനെ എന്റെ കസ്റ്റഡിയിൽ കിട്ടി. അവനെ കൊണ്ട് അവരുടെ ചരിത്രം മുഴുവൻ പറയിപ്പിക്കാൻ ഞാൻ തുടങ്ങിയപ്പോഴേക്കും മുകളിൽ നിന്ന് ഓർഡർ വന്നു അവനെ വിട്ടേക്കാൻ. അന്നും അവൻ ജയിച്ചു. ഹലോ, അതെ, റെഡിയാ? ആ, ഇമിഗ്രേഷൻ ഓഫീസിൽ നിന്നാ. നിന്റെ പാസ്പോർട്ട് റെഡിയാണ്. വരുമ്പോഴേക്ക് ടിക്കറ്റ് കൂടെ കളക്ട് ചെയ്തോളൂ. ശരി. പ്രതാപ, നീ കൂടെ ചെല്ല്. ആ, നാളെ വീരനെ യാത്ര അയക്കാൻ മന്നാടിയാറ് വരില്ലേ? ഏട്ടനും ഏട്ടത്തെയും വെളുപ്പിന് എയർപോർട്ടിൽ എത്തിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. നേരെ മാരാർ സാറിന്റെ വീട്ടിലേക്കോ അതോ എയർപോർട്ടിലേക്ക് പോട്ടെ? മണി 5 എത്ര മണിക്കാ ഫ്ലൈറ്റ്? 7 മണിക്ക്. എന്തുപറ്റി? വീരസിംഹന്റെ കാറ്. വീര,
ചേട്ടായേ, എന്റെ ഗുരുകാരണവന്മാരെ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ നിറഞ്ഞ മുഖത്തോടെ യാത്രയാക്കി ചേട്ടായേ. പൂവേ ആ വാ. ഭഗവതി, ഒന്നും വരുത്തരുതേ. പുറകെ പോയി കയറ്. അമ്മ അവിടെ ഇരുന്ന് ഞാൻ പറയുന്നതാ. സാർ ഞാൻ കൂടെ ജീപ്പില്. എന്തിനാ? ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, താൻ തിരിച്ചു വയ്ക്കോ. ആ ജീപ്പിന്റെ പുറകെ വിട്ടോ. കാശി, വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങരുത്. ഇവനാണല്ലേ ഹൈദരെ തൂക്കാൻ പോണ പുതിയ ആരാച്ചാര്. രണ്ടിന്റെ മയ്യത്ത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അറബിക്കടലിൽ കെട്ടിത്തടുത്തും. അയ്യോ, നടക്കടാ. നടക്കാൻ. നടക്കടാ. മരത്തെ പിടിച്ചു കേട്ടാ.
കാശിയുടെ ഞാൻ ഇവിടെ ഉണ്ട്. എമ്മന്നെ എല്ലാവരും ചത്ത. അതാരെങ്കിലും ബാക്കിയുണ്ടാ? മാറൂ. ഏ? കാക്കയുടുപ്പും ഹാറ്റും വിറ്റുമൊക്കെ ഡിപ്പാർട്ട്മെന്റ് തരാൻ കഴിയൂ. ധൈര്യവും ചങ്കുറ്റവും എല്ലാം ജന്മനാൽ തന്നെ ഉണ്ടാവണം. ഹൈദരുടെ ആൾക്കാരുടെ തോക്ക് കണ്ട് ഓച്ചാനിച്ചെന്നപ്പോ നാടുവാഴയുടെ ആള് തന്നെ വേണ്ടി വന്നില്ലേ രക്ഷപ്പെടുത്താൻ? സ്വന്തം രക്തത്തിൽ ധൈര്യവും സാഹസവും ഉണ്ടെന്ന് സ്വയം സങ്കല്പിക്കണം. അങ്ങനെയല്ലാത്തവൻ ഡിപ്പാർട്ട്മെന്റിന് ശാപമാണ്. ധൈര്യവും വിഡ്ഢിയുടെ സാഹസവും രണ്ടും രണ്ടാണ് മാരാർ സാറേ. കഞ്ഞി മുക്കിയ കാക്കയിട്ട് ബലം പിടിച്ചു നടക്കുന്ന എന്റെ കയ്യിൽ ഒരു മുളവടി അല്ലാതെ മറ്റെന്താണുള്ളത് സാർ? തന്റെ റിവോൾവറോടെ പോയി. ഞാൻ ഒരു ഡേഞ്ചറസ് ഓഫീസർ ആണെന്നും പറഞ്ഞ് 2 മാസം മുമ്പ് SP അത് തിരിച്ചു വാങ്ങിച്ചു. പിന്നെ ഇയാളെന്ത് ചെയ്യും? കാര്യം അറിയാതെ അയാളെ പഴിച്ചിട്ടെന്ത് പ്രയോജനം? ബുള്ളറ്റ് പ്രൂഫ് ഇട്ട അധോലോക നേതാവിന്റെ കയ്യിൽ ആധുനിക ആയുധങ്ങൾ കാണുമ്പോ സാറടക്കമുള്ള പോലീസുകാർ അന്തം വിട്ട് നിൽക്കും. മനസ്സറിയാണ്ട് അയാളെ സല്യൂട്ട് ചെയ്തു പോകും. അങ്ങനെയുള്ള ഏമാമാര് ഹൈദരെ സല്യൂട്ട് ചെയ്തുകൊണ്ടാ ഡെത്ത് വാറണ്ട് ആയിട്ടും മരക്കാര് മെഡിക്കൽ കോളേജിലെ ഡീലക്സ് വാടിയെ കഴിയുന്നേ. കോടതി തൂക്കാൻ വെച്ചിച്ച ആ കുറ്റവാളിയെ ഒരു ദിവസമെങ്കിലും കണ്ടം സെല്ലിൽ കിടത്തിയിട്ടുണ്ടോ? തൂക്കുന്നതിന് മുമ്പേ ഒരു രാത്രിയെങ്കിലും അവനെ സെല്ലിൽ കിടത്താൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ല. അത് തന്നെ. എടോ, തന്നെ ഹൈദർ മരക്കാരൊക്കെ കാവൽ നിർത്തിയതാണോ അതോ യുവമാർ കള്ളു മടിച്ചു കൊടുക്കാനോ? ഹോസ്പിറ്റൽ വാർഡിൽ നിന്നാണ് നിന്റെയൊക്കെ ലോടി. എവിടെ ഹൈദർ മരിക്കാർ? ഇന്റൻസി കയറിയിട്ടുണ്ട്. എടോ, ഞാൻ പറയാതെ യുവമാരെ പുറത്തു വിടരുത്. നരിമാൻ, വരണം വരണം മിസ്റ്റർ മാരാർ. മാരാർ സാർ വരാൻ സമയമായെന്ന് ഞാനിവരോടിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ആരാച്ചാർ എത്തിയെന്നറിഞ്ഞു. കണ്ടംന്റെ സെല്ലിൽ കിടക്കേണ്ടയാൾ ഇവിടെ കിടക്കുന്നത് കാണുമ്പോ DAGക്ക് അതൃപ്തി കാണും. അതൃപ്തി മാറ്റി തൃപ്തി വരുത്താൻ ഞാൻ എന്ത് ചെയ്യണം? തൂക്കുമരച്ചോട്ടിൽ തലയെ കുറിച്ച് നിന്നാ മതി. ഞാൻ നിങ്ങളെ കണ്ടം സെല്ലിലേക്ക് മാറ്റാനാണ് വന്നത്. എഴുതേക്ക്. സോറി സർ, ഇയാളെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. ഈസ് എ ഹാർട്ട് പേഷ്യന്റ്. ഹാർട്ടുണ്ടെങ്കിലല്ലേ പേഷ്യന്റ് ആകൂ. എന്റെ പേഷ്യന്റിനെ ഈ നിലയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. എങ്കിൽ ഇവിടെ വെച്ച് തൂക്കിക്കൊല്ലാൻ നിയമം പറയട്ടെ. നിങ്ങൾ അല്പം കൂടി ദയ കാണിക്കണം. ഇയാളൊരു പേഷ്യന്റ് ആണ്. ഇന്ത്യൻ പ്രസിഡന്റിന് ഇയാളുടെ ദയയില്ല, പിന്നല്ലേ? മിസ്റ്റർ മാരാർ, ഹൈദർ മുതലാളിയെ വിലങ്ങ് വെക്കരുത്. തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരാളുടെ കയ്യിൽ വിലങ്ങ് വെച്ചില്ലെങ്കിൽ കോടതി എന്നെ ശിക്ഷിക്കും. MLA ആണ് പറയുന്നത് അദ്ദേഹത്തെ വിലങ്ങ് വെക്കരുതെന്ന്. ഹോം മിനിസ്റ്റർ പറഞ്ഞാലും ഞാൻ വിലങ്ങ് വെച്ചേ കൊണ്ടുപോകും. എടോ, തന്റെ ഈ DAG കുപ്പായ ഊരി തന്നെ ഞാൻ തേരാപ്പാര കവാത്ത് നടത്തിച്ചില്ല. 5 വോട്ടിന്റെ ബലത്തിൽ MLA ആയവൻ ആജ്ഞാപിക്കണ്ട, അനുസരിച്ചാ മതി. അവിടെ മാറിക്കണം. ഈ സല്യൂട്ട് ആർക്കാ? എനിക്കോ ഹൈദർക്കോ? മുതലാളി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞാൻ ഇപ്പൊ ഹോം മിനിസ്റ്ററെ വിളിച്ചു പറയാം. ഒന്നും വേണ്ട കുട്ടി നേരെ. ഓന്റെ ഒരു ആഗ്രഹമല്ലേ, തൂക്കണമെങ്കിൽ തൂക്കട്ടെ. പോവാ.
ബുദ്ധിയാണല്ലേ. കയറാൻ വരട്ടെ. രാമദാസ്, സെൻട്രൽ ജയിൽ തന്റെ സാമ്രാജ്യമല്ലേ, തന്റെ നിയമം തന്നെ നടക്കട്ടെ. പുതിയ അതിഥിയെ നല്ല മനസ്സോടെ 2 കൈ നീട്ടി സ്വീകരിക്കണം. നടയടി പതിവല്ലേ, അടിക്കണോ ഇവനെ? സാറല്ല, തന്നെ അനുസരിപ്പിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥനാ പറയുന്നത്. ഹൈദരുടെ മുഖത്തടിക്ക്. അടിക്കണോ? അടിക്കാൻ. ഏമാനെ, ഞാനേ ഒന്ന് ചുറ്റിക്കറങ്ങിട്ട് വരാം. ആഹാ, താനീ മുറ്റത്തിറങ്ങി പോരുത്. നമ്മളോട് ഒളിച്ചു താമസിക്കുക, സൂചിച്ച് താമസിക്കല്ല, ഓർത്തോ. അല്ല, ഇച്ചിരി വെണ്ണ കിട്ടിയിട്ട് വേണം കയറൊന്ന് മിനുസപ്പെടുത്താൻ. കഴുത്തില് കയറ് മുറുകുമ്പോ തൂങ്ങുന്നവന്റെ കഴുത്തില് കയറൊരഞ്ഞ് ചോര വരാൻ പാടില്ല. അതിനാ ദേ പച്ചക്കറി ഞാൻ അരിഞ്ഞു തരാ. ഞാൻ കാരണം ഏമാനെ എന്തൊക്കെ ബുദ്ധിമുട്ടാ. ഹൈദറിന്റെ കഴുത്തിൽ കൊലക്കയർ വീഴുന്നവരെ നരിമാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ആ പിന്നെ കയറിൽ താൻ വെണ്ണ ഉരുട്ടി മിനുസപ്പെടുത്തുമൊന്നും വേണ്ട. ഒരുപാട് പേരുടെ ചോര ഒഴിക്കുവന്റെ കഴുത്തിന്ന് ഇത്തിരി ചോരയൊക്കെ പൊടിയാൻ. നീയായിരുന്നു. നീ ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും കണ്ടോ? ഇല്ല. ഹൈദറിനെ തൂക്കിലിടുന്നവരെ നമ്മളെല്ലാം ശ്രദ്ധിക്കണം, പ്രത്യേകിച്ചും കാശിയെ. വാ. എന്റെ ഭഗവാനെ, കാശിക്കിപ്പോ വൈരക്കല്ലിന്റെ വിലയാ. എത്ര പേരാ കാവൽക്കാര്. തന്റെ അടുത്ത് പുറത്തിറങ്ങാനെന്നല്ലേ പറഞ്ഞേ? കേരളത്ത് കേറാൻ. നീ ഏതാടാ? ഞാൻ കാശി, പുതിയ രാജാരാ. എന്റെ ചേട്ടായി ഭൈരവൻ. ഇതെന്നെ പണിക്കെടുത്ത എന്റെ കടലാസാ. എന്താടാ നിന്റെ ചേട്ടൻ ചത്തോ? അതിലും വലിയ മഹാപാപികൾ ജീവിച്ചിരിക്കുമ്പോ എന്റെ ഏട്ടായിയെ കാലം വിളിക്കുകയെന്നെ. നിന്റെ ചേട്ടൻ ഇതൊക്കെ നിർത്തിവെച്ച് പോയതാണല്ലോടാ, പിന്നെ നീ എന്തിനു വന്നു? ആളുകളെ തൂക്കിക്കൊള്ളുന്നത് ഒരു രസല്ലേ അമ്മ? ഹൈദർ ആരാണെന്ന് നിനക്കറിയാമോ? തീക്കനലിനോടാ നിന്റെ കളി. വെള്ളം ഒഴിച്ച കെടാത്ത തീ ഉണ്ടായമ്മന്നെ. സെൻട്രൽ ജയിലിനകത്ത് നിന്ന് നീ നേർക്ക് നേരെ വർത്തമാനം പറയുന്നത് ആരുടെ ധൈര്യത്തിലാണെന്നറിയാം. ഇടിച്ചു നിന്റെ എല്ലൊടിക്കും. ഹൈദരെ കൊല്ലാൻ പറ്റില്ലെന്ന് പറഞ്ഞ് എഴുതി തന്നിട്ട് പൊയ്ക്കോ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഇതുവരെ 8-10 അടകോടന്മാര് എന്റെ ഏട്ടായി കൊന്നിട്ടുള്ളൂ. ഇപ്പോ ഏമാമാര് വരെ പേടിക്കുന്ന ഒരു വലിയ അമ്മനെ കയ്യെ കിട്ടിയപ്പോ ഞാനത് കളയാനാ. ചുമ്മാ ശാഖനം മുടക്കാതെ ആ കൊലമുറിയിട്ട് താക്കോലിങ്ങോട്ട് ഏമാനെ. നോ സർ. എന്താ സാറിന്റെ വീറും വാശിയും ഇവനോട് വേണ്ട. ജയിലിനകത്തായാലും പുറത്തായാലും ഇവന്റെ പൂർണ്ണ സംരക്ഷണം എനിക്കാ. അതിനുള്ള ഗവൺമെന്റ് ഓർഡർ.